പെൻഷൻ വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. എന്ന് വെച്ചാൽ വീട്ടിൽ നൽകുന്ന പെൻഷൻ ഇനി ബാങ്കിൽ പോയി മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് സർക്കാർ ഉത്തരവ്. അതും ദേശസാൽകൃത ബാങ്കുകൾ വഴി. സഹകരണ ബാങ്കുകളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനം എന്നാണ് സർക്കാർ അറിയിക്കുന്നത്. വലിയ വിമർശനം ഇതേക്കുറിച്ച് ഉയർന്നു വന്നു. വീട്ടിൽ കഴിയുന്ന വൃദ്ധജനങ്ങൾക്ക് ബാങ്കിലേക്ക് പോകാൻ കഴിയാത്തവരുണ്ട്, ബാങ്കിൽ അക്കൗണ്ട് ഇല്ലാത്തവരുണ്ട്. അങ്ങനെ പെൻഷൻ വെട്ടിക്കുറക്കാനാണ്, പിന്നീട് പെൻഷൻ തന്നെ ഇല്ലാതാക്കാനാണ് എന്ന വിമർശനമാണ് പൊതുവെ ഉയർന്നു വന്നത്. പ്രതിപക്ഷ കക്ഷികൾ ഇതിനകം തന്നെ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോഴാണ് സർക്കാരിൻ്റെ വിശദീകരണം വന്നത്. വിശദീകരണത്തിൽ പറയുന്നു, നിലവിൽ സഹകരണ സംഘങ്ങൾ മുഖേന വീടുകളിലെത്തി പെൻഷൻ വിതരണം ചെയ്യുന്ന രീതിയാണുള്ളത്. വിതരണം ചെയ്യാതെ ശേഷിക്കുന്ന തുകകൾ സമയബന്ധിതമായി തിരിച്ചടയ്ക്കുന്നതിലെ കാലതാമസം, സേവന പോർട്ടലിലെ രേഖപ്പെടുത്തലുകളിലെ പൊരുത്തക്കേടുകൾ, അർഹതയില്ലാത്തവർക്കോ ഒരേ വ്യക്തിക്ക് ഒന്നിലധികം തവണയോ പെൻഷൻ ലഭിക്കുന്ന സാഹചര്യം എന്നിവ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായാണ് നടപടി. കേന്ദ്ര സർക്കാരിൻ്റെ DBT നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കാത്തത് മൂലം കേന്ദ്ര ധനസഹായമടക്കം നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് നടപടി എന്നാണ് വിശദീകരണം. എന്ന് വെച്ചാൽ എലിയെ കൊല്ലാൻ ഇല്ലം തന്നെ ചുടുന്ന അവസ്ഥ. 62 ലക്ഷം പേർക്കാണ് പെൻഷൻ നൽകുന്നത്. അതിൽ 25 ലക്ഷത്തോളം പേർ ബാങ്ക് വഴിയാണ്, ദേശസാൽകൃത ബാങ്ക് വഴിയാണ് പെൻഷൻ സ്വീകരിക്കുന്നത്. ബാങ്കിൽ പോകാൻ കഴിയില്ല, വീട്ടിൽ കിട്ടണമെന്നാവശ്യപ്പെട്ട ശേഷിക്കുന്നവർക്കാണ് സഹകരണ ബാങ്കുകൾ മുഖാന്തരം വീടുകളിൽ നേരിട്ട് പെൻഷൻ എത്തിക്കുന്നത്. അതാണ് ഇനി മുതൽ ഇല്ലാതാകുന്നത്. വലിയ വിമർശനം ഉയർന്നു വന്നു. സ്വാഭാവികമായും CPIM, പ്രതിപക്ഷ കക്ഷികൾ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എന്നിവർ പ്രതിഷേധവുമായി രംഗത്തെത്തി. അപ്പോഴാണ് പിന്തുണച്ചുകൊണ്ട്, ഈ നടപടിയെ പിന്തുണച്ചുകൊണ്ട് BJP നേതൃത്വം രംഗത്ത് വരുന്നത്. കോൺഗ്രസിൽ നിന്ന് ഇതുവരെയും ഒരു നേതാവ് പോലും പെൻഷൻ വിതരണത്തിലെ ഈ മാറ്റത്തെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടില്ല. ഏതാനും സൈബർ ഇടങ്ങളിൽ ചില പരാമർശങ്ങൾ വരുന്നു എന്നതല്ലാതെ മുസ്ലിം ലീഗ്, RSP, CMB, ഒരു സംഘടനാ ജനറൽ സെക്രട്ടറിമാരും അവരുടെ ഭാരവാഹികളും അതല്ലെങ്കിൽ മന്ത്രിമാരും ഈ നീക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടില്ല. അവർക്കറിയാം കൈ പൊള്ളുമെന്ന്. പക്ഷേ BJP പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നു. BJPയുടെ ഇന്റലക്ച്വൽ സെൽ കൺവീനർ യുവരാജ് ഗോകുലാണ് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. അദ്ദേഹം പറയുന്നു, ക്ഷേമ പെൻഷൻ ബാങ്ക് വഴി കൊടുക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പിന്തുണ. സഹകരണ ബാങ്ക് വഴി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്ത് കമ്മീഷൻ അടിച്ചുകൊണ്ടിരുന്ന സഖാക്കളുടെ വയറ്റത്തടിയാണ് ഈ തീരുമാനം. ഇന്ത്യ മുഴുവൻ ഡയറക്റ്റ് ആയി ബെനിഫിഷ്യറിക്ക് ക്ഷേമ തുകകൾ കൈമാറാൻ പറ്റുമ്പോൾ കേരളം മാത്രം 20-ാം നൂറ്റാണ്ടിൽ തുടരേണ്ട എന്ത് സാഹചര്യമാണുള്ളത് എന്നാണ് ചോദിക്കുന്നത്. വലിയ പിന്തുണയാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. എന്താണോ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്, കോൺഗ്രസ് നേതാക്കളല്ല, കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ചർച്ച, അത് അതേപോലെ പറയുകയാണ് യുവരാജ് ഗോകുൽ എന്ന BJPയുടെ ഭൗതിക വിഭാഗത്തിൻ്റെ കൺവീനർ. എന്ന് വെച്ചാൽ BJP പിന്തുണ VD സതീശന് എന്നർത്ഥം. ദേശീയ തലത്തിൽ നേരിട്ട് ബാങ്കുകളിലൂടെയാണ് ക്ഷേമ പദ്ധതികളുടെ തുക ജനങ്ങളിൽ എത്തുന്നത്. പിന്നെ എന്തിന് കേരളം അതിൽ നിന്ന് മാറി നിൽക്കണം? ഇതാണ് ചോദ്യം. നമ്മുടെ മുന്നിൽ ഉദാഹരണമുണ്ട്. പാചകവാതക സബ്സിഡി ആർക്കെങ്കിലും ഇപ്പോൾ കിട്ടുന്നുണ്ടോ? നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞ് ബാങ്ക് വഴി സബ്സിഡി നൽകാൻ തുടങ്ങി. ഇപ്പോഴത് തീർത്തും ഇല്ലാതായി. എന്ന് വെച്ചാൽ സബ്സിഡി എങ്ങനെയാണോ ഇല്ലാതാക്കിയത് അതുപോലെ പെൻഷനും മെല്ലെ മെല്ലെ ഇല്ലാതാക്കണം. പെൻഷൻ നൽകുന്നവരുടെ എണ്ണം കുറക്കണം. ഇതാണ് സ്ഥിതി, ഇതാണ് ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഈ ശ്രമം, ഈ നീക്കം എന്ന് ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എങ്ങനെയാണ് ഖജനാവ് നിറയ്ക്കാൻ പോകുന്നത് VD സതീശൻ? ആനുകൂല്യങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ വെട്ടിക്കുറക്കുക. അതിലൂടെയാണ് പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവ് ഞാൻ നിറയ്ക്കും, എൻ്റെ കയ്യിൽ പദ്ധതികളുണ്ട് എന്ന് പറഞ്ഞത്. ഇതാണോ പദ്ധതി എന്ന ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കുന്നത്. എന്തായാലും സർക്കാരിൻ്റെ തീരുമാനത്തിന് BJP പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. സർക്കാർ
മന്ത്രിസഭ എടുത്ത തീരുമാനമാണോ, അതല്ല വി.ഡി. സതീശൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണോ, അതല്ല തദ്ദേശ സ്വയംഭരണ വകുപ്പെടുത്ത തീരുമാനമാണോ എന്നതൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയാണ് മുഖ്യമന്ത്രി. അതുകൊണ്ട് ധനകാര്യ വകുപ്പിൽ നിന്ന് തന്നെയാണ് ഉത്തരവ് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ്. മറ്റു മന്ത്രിമാർക്ക് ഇതേക്കുറിച്ച് അറിയാമോ? അവർ ഇതിനെ പിന്തുണക്കുന്നുണ്ടോ? UDF-ലെ ഘടകകക്ഷികൾ ഇതിനെ പിന്തുണക്കുന്നുണ്ടോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പെൻഷൻ വാങ്ങുന്ന ജില്ലകളിൽ ഒന്നാണ് മലപ്പുറം. മലപ്പുറത്തെ ലീഗ് നേതാക്കൾ ഇതേക്കുറിച്ച് ഇതുവരെയും ഒരക്ഷരം പറഞ്ഞിട്ടില്ല, എതിർത്തും പറഞ്ഞിട്ടില്ല, അനുകൂലിച്ചും പറഞ്ഞിട്ടില്ല, മൗനമാണ്. സഹകരണ ബാങ്കുകൾ വഴിയാണ് മലപ്പുറം ജില്ലയിൽ പെൻഷൻ വിതരണം ചെയ്യുന്നത്. ഇടതുപക്ഷമല്ല അവിടെ സഹകരണ ബാങ്കുകൾ ഭരിക്കുന്നത്, മുസ്ലിം ലീഗും UDF-ഉമാണ്. കേരളത്തിലെ മൊത്തം സഹകരണ ബാങ്കുകളിൽ പകുതിയോളം UDF-ന്റെ കയ്യിലാണ്, UDF-ലെ വിവിധ ഘടകകക്ഷിയുടെ കയ്യിലാണ്. അവരും വിതരണം ചെയ്യുന്നുണ്ട് പെൻഷൻ. അവർ ഒന്നും ഇതേക്കുറിച്ച് ഒരക്ഷരം പറയുന്നില്ല. എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്നറിയില്ല. എന്തായാലും ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങേണ്ട സമയമായി. അത് ഉണ്ടാകും അടുത്തു തന്നെ എന്ന് പ്രതീക്ഷിക്കാം.